പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, അതോ അതിൻ്റെ മുമ്പത്തെ ഒരു ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നോ രണ്ടോ ക്ലാസ്സിന് മുമ്പ് ചുരുക്കി പറഞ്ഞ അബ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ അബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടായി. അവിടെ നമ്മൾ പറഞ്ഞത് പാരമ്പര്യമായിട്ട് അല്ല, ബയോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പിതാവല്ല ഖുർആനിൽ ഒരിടത്തും പറയുന്നത്. രണ്ട് നിലക്കാണ് നമ്മുടെ അസില് നമ്മുടെ മടങ്ങ, നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടി. ഒന്നുകിൽ അബുൽ മുസവർ, ആസർ, വ്യാജമായ കെദിബിന്റെ, കളവിന്റെ പിതാവ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ ഇബ്രാഹിം എന്ന ഒരാൾക്ക് ജന്മം നൽകിയ ആസർ എന്ന് പേരുള്ള ഒരു പിതാവല്ല, ബയോളജിക്കലായ പിതാവല്ല. ഓരോ മനുഷ്യന്റെ ഉള്ളിലും യഥാർത്ഥ ഇബ്രാഹിം ഉമ്മത്ത് ജന്മമെടുക്കുമ്പോൾ അവരിൽ അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളുടെ വിശ്വാസങ്ങളാണ് ആ ആസർ, അതായത് മുസവ്വറായ പിതാവാണ് അത് യഥാർത്ഥ പിതാവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് വേരുറച്ചെങ്കിലേ ഖുർആനിൽ അബ് വന്ന ഇടങ്ങളിലൊക്കെ, ആബാവ് വന്ന ഇടങ്ങളിലൊക്കെ, അയ്യൂബ് വന്ന ഇടങ്ങളിലൊക്കെ, ഇയാബ് വന്ന, അബ എന്ന് വന്ന ഇടങ്ങളിലൊക്കെ നമുക്കതിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് പറഞ്ഞ, മുഹമ്മദിന് ബയോളജിക്കലായ ആൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിൽ ഒരാളുടെയും ബാപ്പയല്ല എന്ന് പറഞ്ഞത് എന്ന് ആ അറിവിലേക്ക് നമ്മൾ എത്തിയത്. നേരെ മറിച്ച് മുഹമ്മദ് അബല്ല, മറിച്ച് റസൂലുള്ളാഹിയാണ്, ഖാത്തമുൻ നബിയീനാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ അബുൽ ഹക്കീക്കി എന്ന് പറയുന്നത് ഇബ്രാഹിമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അവിടെ അത് നമ്മളാണ് അവസാനം ആ ക്ലാസ് അവസാനിപ്പിച്ചത്. പാരമ്പര്യ വിശ്വാസങ്ങള്, പൈതൃകമായ വിശ്വാസങ്ങള്, അത്തരം അറിവുകള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ജ്ഞാനത്തിന്റെ മേഖലയെ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഉൾക്കൊള്ളരുത്, സ്വീകരിക്കരുത് എന്നാണ് വലാ തൻകിഹു മാ നകഹ ആബാഉക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത്. അല്ലാതെ വാപ്പാരെ കെട്ടുങ്ങയിരിക്കുന്ന സ്ത്രീകളെ മക്കളായ നിങ്ങൾ പോയി കെട്ടരുത് എന്നല്ല. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നൊന്നും എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതേതായാലും പോട്ടെ, അത് അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാനും അവകാശമുണ്ട്. അതിൻ്റെ ആധ്യാത്മിക തലത്തിൽ ഇങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഉമ്മ് എന്ന വാക്കുമായിട്ടാണ്. ഉമ്മ് വിശദീകരിക്കണം നമുക്ക്. ബാബു വിശദീകരിച്ചു, അഹ് വിശദീകരിക്കണം, ഉഹ്ത്ത് വിശദീകരിക്കണം, ഇഹ്വത്ത് വിശദീകരിക്കണം, അബ്നാവ് വിശദീകരിക്കണം, ഇബ്ന് വിശദീകരിക്കണം, ബിന്ത് ബനാത്ത് വിശദീകരിക്കണം. ഇതൊക്കെ ഖുർആനിൽ അതിൻ്റെ ഓരോരോ കീ ആണ് ഇപ്പോൾ ആദ്യം നമ്മൾ തരുന്നത്. കഴിവും ബുദ്ധിയും ചിന്തയും അന്വേഷണ മനസ്ഥിതിയുള്ള ആളുകൾക്ക് ഇപ്പൊ ഞാൻ അബിനെ കുറിച്ച് പറഞ്ഞ ആ കീ, ആ താക്കോല് കൊണ്ട് തന്നെ ആ ജ്ഞാനത്തിന്റെ വാതിൽ തുറന്ന് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയും സ്വന്തമായിട്ട് തന്നെ. അതില്ലാത്ത ആളുകൾക്ക് നമ്മൾ അബ് വന്ന ഓരോ വചനങ്ങളും നമ്മുടെ തുടർ പഠനത്തിന്റെ ഭാഗമായി വരുമ്പോൾ നമ്മൾ വിശദീകരിക്കും. ഇന്ന് ഉമ്മ് എന്ന പദത്തിന്റെ ഒരു കീ, ഒരു താക്കോല് നമുക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഉമ്മ് എന്ന് പറയുന്നത് മൂലിദുൽ ഇൽമി അല്ലെങ്കിൽ മൂലിദുൽ മഅലൂമാത്തി വൽ മഅരിഫത്തിയാണ്. അറിവുകളുടെ, ജ്ഞാനത്തിന്റെ മൂലിദ്, വിലാദത്ത്, ജന്മം എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ ഉമ്മ. നമുക്ക് ബയോളജിക്കലായ ജന്മം നൽകുന്നതാണ് നമ്മൾ പദാർത്ഥ തലത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ഉമ്മയെങ്കിൽ, ആധ്യാത്മിക ഗ്രന്ഥത്തിൽ ആ ഉമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് യഥാർത്ഥ പരിശുദ്ധമായ ജ്ഞാനത്തിന് ജന്മം കൊടുക്കുന്ന ഇടം ഏതാണോ അതാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. നമ്മുടെ അബുൽ മൗറൂസ് ഉണ്ട്, അതാണ് നമ്മൾ പറഞ്ഞത് ആസർ എന്ന് പറയുന്നത്. പാരമ്പര്യമായ വിശ്വാസങ്ങളുടെ അറിവുകൾ കിട്ടിയ ഇടം, അതാണ് നമ്മുടെ അബവിയത്തുൽ മൗറൂസത്ത്. മൗറൂസത്ത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കിട്ടിയ അബവിയത്ത് എന്ന് പറഞ്ഞാൽ പിതൃജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. അത് ആ പാരമ്പര്യമായ അബവിയത്തിൽ നിന്ന് ഉമ്മിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നഖിയായ, പരിശുദ്ധമായ, ശുദ്ധമായ ജ്ഞാനത്തിന്റെ ലോകത്ത് നമ്മൾ അവശേഷിക്കാൻ പോവുകയാണെന്നർത്ഥം. അവിടെ നിലയുറപ്പിക്കാൻ പോവുകയാണ്. അതാണ് ഉമ്മിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ഒരിക്കലും ഖുർആനിൽ ഒരു സ്ഥലത്തും ഉമ്മ്, ഉമ്മത്ത്, ഉമ്മഹാത്ത്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുറ, ഉമ്മത്തം വസത്തൻ ഇങ്ങനെ വന്ന പദങ്ങളൊന്നും തന്നെ എന്തല്ല ബയോളജിക്കലായ ഒരു പിതാവിനെ ഉമ്മയെ കുറിച്ചല്ല പറയുന്നത് എന്നുള്ള കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ ഈസയുടെ മാതാവിനെ മാത്രം പറയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് ഈസയുടെ അബിനെ പറഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ നഖിയായ, സഫിയായ ജ്ഞാനത്തിന്റെ ആ തലത്തിൽ നമ്മൾ അവശേഷിക്കുകയും ആ അറിവിൽ നിന്ന് മാത്രം നമ്മൾ ജ്ഞാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വേളയിലാണ് നമ്മൾ ഉമ്മിയാകണത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം, അത് നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് നിരക്ഷരനോ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തിരുന്നു. അവിടെ നമ്മളത് വിശദീകരിച്ചിരുന്നു, ആരാണ് ഉമ്മിയെ എന്നുള്ളത്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം ആദ്യം പറയാം. അത് പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉള്ളിൽ രണ്ട് നഫ്സ് ഉണ്ട്. ഒന്ന് നഫ്സുൻ തഹ്വീർ റഹ്മാന, റഹ്മാനിയത്തിനെ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സ്. ഇത് പറയുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊരു നഫ്സ്, നമ്മുടെ ഉള്ളിലുള്ള മറ്റൊരു നഫ്സ് തഹ്വി ശൈത്താൻ, പിശാചിനെ ആഗ്രഹിച്ച് അതിൻ്റെ ഹവയിലൂടെ പോകുന്ന മനസ്സ്, പൈശാചികതയിലൂടെ പോകുന്ന മനസ്സ്. മറ്റൊന്ന് നമ്മുടെ മനസ്സ് റഹ്മാനിയത്തിന്റെ, കാരുണ്യത്തിന്റെ മനസ്സ്. ഈ രണ്ട് മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ ഇതിൽ ഏത് നഫ്സിനെയാണ് നിക്കാഹ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കും. എൻ്റെ സഹോദരങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചിന്തിക്കണം, കേൾക്കണം. അപ്പോ ഞാനിപ്പോ ശൈത്താനീയത്തിന്റെ നഫ്സിനെയാണ് ഞാൻ നിക്കാഹ് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് ജന്മമെടുക്കുന്ന കുഞ്ഞ് ഫിറൗനാണ്. പ്രത്യേകം മനസ്സിലാക്കുക. ഞാന് റഹ്മാനിയത്തിന്റെ മനസ്സിനെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും നിക്കാഹ് ചെയ്യുകയും ചെയ്തത്. അതാണ് എൻ്റെ ഒരു സൗജ്.
നഫ്സ് വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ് എന്നല്ല, നഫ്സിൽ നിന്നാണ് സൗജ്. വൈദൻ നുഫൂസ് സുവിജത്ത്, നഫ്സിനെയാണ് സൗജാക്കുന്നത്. അത് നമ്മൾ വിശദീകരിച്ച് പോയതാണ് എവിടെയോ. അപ്പൊ ഏത് നഫ്സിനെയാണ് എൻ്റെ സഹോദരങ്ങള് നിക്കാഹ് ചെയ്യുന്നത് എങ്കിൽ അത് ശൈത്താനെയാണെങ്കിൽ നമ്മിൽ നിന്ന് ജന്മമെടുക്കുന്ന അത് കുട്ടി, നമ്മിൽ നിന്ന് ജന്മമെടുക്കുന്ന കുഞ്ഞ് ഫിറൗനായിരിക്കും. നമ്മൾ റഹ്മാനിയത്തിന്റെ നഫ്സിനെയാണ് നിക്കാഹ് ചെയ്യുന്നതെങ്കിൽ നമ്മിൽ നിന്ന് ജന്മമെടുക്കുന്നത് മൂസയായിരിക്കും. പ്രത്യേകം മനസ്സിലാക്കി. ആ മൂസ ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം വേണം വളരണമെങ്കിൽ. കൃത്യമായി മനസ്സിലാക്കുക, ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും വളരണമെങ്കിൽ പാല് കൊടുക്കണം, അതായത് പാലൂട്ടണം. മൂസ യഥാർത്ഥ ഉമ്മിലേക്കാണ് മടക്കുന്നത്. യഥാർത്ഥ പരിശുദ്ധമായ ആ ജ്ഞാനത്തിന്റെ ഉറവയിലേക്കാണ് മൂസയെ മടക്കുന്നത്. അതാണ് ഫറദദിനാഹു ഇല ഉമ്മിഹി എന്ന് പറയുന്നത്. വഹറംന അലൈഹിൽ മറാലിഉ എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. മറ്റു ഉമ്മമാരിൽ നിന്ന് പാലൂട്ടുന്നത് വിലക്കി, എന്നിട്ട് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവയിലേക്ക് മൂസയെ മടക്കുകയാണ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവയിലേക്ക് അവിടെ നിന്നാണ് മൂസ പാല് കുടിക്കുന്നത്. എന്നാൽ ഫിറൗന് നമ്മള് ശൈത്താനീയത്തിന്റെ നഫ്സിനെയാണ് നമ്മൾ നിക്കാഹ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഫിറൗനാണ് ജന്മമെടുക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഫിറൗനിന്റെ ഭക്ഷണം നവാസി ആണ്. എന്നാൽ തെറ്റായ ചിന്തകളാണ് അതിന് പാലൂട്ടുന്നത്. അതാണ് വന്നാസിആത്തി ഗർഖൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആദമിന്റെ വസ്ത്രം ഉരിഞ്ഞ പിശാജ് എന്ന് പറഞ്ഞിടത്ത് യൻസിഉ അൻഹുമ എന്ന് പറയുന്നത് ആ നസആത്തുകളാണ്, പൈശാചികമായ ചിന്തകളാണ് നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വസ്ത്രത്തെ ഊരിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ നവാസികൾ, തെറ്റായ ചിന്തകൾ, പക, അങ്ങനത്തെ ഒരു നാസിയത്താണ്. അതായത് അതിന്റെ ഒറായിസ് അല്ല എന്നർത്ഥം. അതിന്റെ ശരിയായ മനസ്സിന്റെ ശരിയായ തലല്ല എന്നർത്ഥം. അതില് വിദ്വേഷം, അതില് കിബർ, അതില് ഹിക്കത്, പക, അതില് അദാവത്ത്, ശത്രുത, കറാഹത്ത്, വെറുപ്പ്, ഇതൊക്കെയാണ് അതിലെ നവാസികൾ. അതിലാണ് ഫിറൗന് മുങ്ങണത്. അതാണ് വന്നാസിയാത്തി ഗർഖൻ. നമ്മളൊക്കെ അത് പഠിച്ചത് എന്താന്ന് പറഞ്ഞാല് എങ്ങനെയൊക്കെ ഊരിയ മനസ്സ്, നമ്മുടെ മരിക്കുന്ന വേളയിൽ നമ്മുടെ റൂഹിനെ വളരെ പ്രയാസത്തോടുകൂടി ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതിലങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം. അപ്പോ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിന്റെ ഭക്ഷണം യഥാർത്ഥ ഉമ്മയിൽ നിന്നാണ്. അതാണ് ഈ ഉമ്മ എന്നതിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ആ മക്കളുടെ കാര്യം പിന്നെ അങ്ങനെ പോകുന്നുണ്ട് കുറെ. അവർക്ക് രണ്ടുപേർക്കും ആ ഒരൊറ്റ വീട്, അതായത് അവരുടെ ജ്ഞാനത്തിന്റെ മേഖലയാവുന്ന ആ ബൈത്തിൽ രണ്ടാൾക്കും ഒരുമിച്ച് താമസിക്കാൻ മാത്രം ആ വീട് വിശാലമല്ലാതായി തോന്നുകയാണ്. കാരണം രണ്ടു കൂട്ടർക്കും ആ വീട്ടിന്റെ ഉള്ളിൽ, ആ വീട് ഏതാന്നിപ്പോ മനസ്സിലാക്കണം. ആ വീടിനെയാണ് ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഒരു മെറ്റീരിയലായ വീടാണോ, നമ്മുടെ ഉള്ളിനെ തന്നെയാണോ ശുദ്ധിയാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അന്തഹിറ ബൈത്തിയ എന്ന് പറയുന്നത്. അപ്പോ ആ ബൈത്തില് ഇവർക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള വിശാലത പോരാ. അങ്ങനെ പോരാതാവുമ്പോ രണ്ടുപേരും ഫുർഖാനാകാണ്, വേറെ പിരിയാണ്. അതാണ് ഫുർഖാൻ. രണ്ടുപേർക്കും ഫിറാക്ക്, ഹാദാ ഫിറാഖു ബൈനി വ ബൈനക, വേറെ പിരിയാണ്. കാരണം അവിടെ അബ്ദുൻ സാലിഹ് ആരടുത്താണോ വരുന്നത്, മൂസയുടെ അടുത്താണ് അബ്ദുൻ സാലിഹ് വരുന്നത്. കുറച്ച് ഫിലോസഫിക്കലാണ്, ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം അബ്ദുൻ സാലിഹ് എന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഖുർആനിന്റെ ABCD പോലും അറിയാത്ത ആളുകൾക്ക് എന്താ അബ്ദുൻ സാലിഹ്? അതായത് മൂസയുടെ ഒരു യാത്ര വിശദീകരിക്കുന്നത് സൂറത്ത് കഹ്ഫില്. അങ്ങനെ ഒരു കപ്പലിൽ കൂടെ ഒരു അബ്ദുൻ സാലിഹ് കൂടുന്നുണ്ട്. ഒരു സാലിഹായ, ശരിയായ, സത്യത്തെ പിന്തുടരുന്ന, യാഥാർത്ഥ്യത്തെ സിലത്ത് അൽ ഹക്ക്, അതാണ് സാലിഹ്. സത്യമായ ജ്ഞാനത്തെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മൂസയുടെ ഉള്ളിൽ തന്നെയാണ് അബ്ദുൻ സാലിഹ് ഉള്ളത്. ആ കപ്പലിന്റെ റബ്ബാനാക്കുന്നത്, കപ്പിത്താനാക്കുന്നത്, ആ സഫീനത്തിന്റെ മനസ്സാവുന്ന കപ്പലിന്റെ റബ്ബാനെ ഏൽപ്പിക്കുന്നത് മൂസയെയാണ്. അതല്ലാതെ അത് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ ആ സഫീനത്തെ ഏറ്റെടുക്കുക, പിന്നീട് ഫിറഔൻ, അതങ്ങനെ പോകുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. അങ്ങോട്ട് പോയാൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ രണ്ട് തലം, ഇപ്പൊ എന്ന് പറയുന്നതിന്റെ ആ ഒരു തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഈ ഉമ്മിൽ നിന്നാണ് ഉമ്മത്തുണ്ടാകുന്നത്, സമുദായം എന്നല്ല. ഉമ്മത്തം വസത്തം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം കമാലുൽ അഖ്ലാഖി വൽ മഅരിഫത്തി എന്നാണ്. അറബിയാണ്, മനസ്സിലായിട്ടുണ്ടാവില്ല. പൂർണ്ണമായ സംസ്കാരത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഒരാൾ എത്തിപ്പെടുന്ന വേളയാണ് ഒരാൾ ഉമ്മത്തം വസത്തയാകുക എന്ന് പറഞ്ഞാൽ. ഉമ്മ് പ്ലസ് താ ആണ് ഉമ്മത്ത്. ഇപ്പൊ സൂറത്ത് ആലിമ്രാനിലെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. അവിടെ ആയാത്തും മുഹക്കമാത്തും മുത്തശാബിഹാത്തും വിശദമായി വിശദീകരിക്കേണ്ട വേറൊരു വിഷയമാണ്. നമുക്കവിടെ ഉമ്മുൽ കിതാബ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഉറവിടമാണത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഉമ്മത്തൻ വസത്തൻ എന്നുള്ളത് പറഞ്ഞു. ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞാൽ കമാലുൽ അഖ്ലാഖി വൽ മഅരിഫത്തിയാണ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം, അത് കാമിലാകുക, പൂർണ്ണതയിലേക്ക് എത്തുക. അതുപോലെ തന്നെ മഅരിഫത്ത്, അതിന്റെ ജ്ഞാനപൂർണതയിലേക്ക് എത്തുക. അപ്പോഴാണ് നമ്മൾ ഉമ്മത്തം വസത്താകുന്നത്, നമ്മൾ ശുഹദാക്കളാകുന്നത്, സത്യത്തിന്റെ സാക്ഷികളായി മാറുന്നത്. അല്ലാതെ വെറുതെ ഒരു സമുദായമായി മാറുമ്പോഴത്തേനതാവൂല. കൃത്യമായി മനസ്സിലാക്കണം. അതാണ് കാനന്നാസ് ഉമ്മത്തൻ വഹിദത്തൻ എന്ന് പറയുന്നതാണ്. ജ്ഞാനത്തിന്റെ ഉറവകളൊക്കെ, എല്ലാ ജ്ഞാനത്തിന്റെ മേഖലകളും ഒരു യൂണിറ്റിലേക്ക് വഹിദത്തായിട്ട് ഏകമായി മാറുമ്പോഴാണ് അവിടെ നിന്ന് റസൂലുമാരും നബിമാരും എഴുന്നേൽക്കുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഖുർആനില് ഞാൻ പറയുന്നത് വൽതക്കും ഉമ്മത്തൻ, പിന്നെ ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സമുദായം ഉണ്ടായാൽ മതിയോ? ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾക്ക് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ സാധിക്കുള്ളൂ. നിങ്ങളിൽ നിന്ന് വെറുതെ കുറച്ച് ആളുകൾ ഉണ്ടാകട്ടെ എന്നാണോ അതിന്റെ അർത്ഥം? ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് വെറുതെ ഉണ്ടാകട്ടെ എന്നാണോ? അല്ലല്ലോ. ജ്ഞാനത്തിന്റെ, അതാണ് അവരാണ് ഇമാമാകുക. അതാണ് ഇബ്രാഹിം ഇമാം എന്ന് പറയുന്നത്. എന്നെ ഇമാമാക്കണം എന്ന് പറഞ്ഞത് അതാണ്. എത്ര കൃത്യമാണ് കാര്യങ്ങൾ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഏതെങ്കിലും ഇമാമാകുക എപ്പോഴാണ് ഒരാള്? ജ്ഞാനിയാവുമ്പോഴാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ ഉമ്മായി മാറുമ്പോഴാണ് അതിന്റെ താഴ് എന്ന് പറയുന്നത്, അതിന്റെ ബുലൂഗ്, അത് മുബാലകത്ത്, അതിനെയാണ് ആ താ സൂചിപ്പിക്കുന്നത്, ക്ലോസ് ചെയ്ത താഴ്. അതിന് ഞങ്ങൾ അറബിയിൽ താഉൽ മർബൂത്ത എന്നാ പറയാ. അത് ക്ലോസ് ചെയ്ത താ ആണ്. അങ്ങനെ ഖുർആനിൽ നിരവധി പ്രയോഗങ്ങളുണ്ട്. അത് ഓരോരോ സന്ദർഭങ്ങളിൽ ഞാൻ വിശദീകരിക്കാം. മഴദൂതത്ത് രണ്ട് താവ്, ഒന്ന് ക്ലോസ് ചെയ്ത താവുണ്ട്, ഒന്ന് തുറന്ന താവുണ്ട്. റഹ്മത്ത് രണ്ട് താവുണ്ട്. കലിമത്ത് രണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോ വിശദീകരിക്കുന്നില്ല, നമ്മള് സമയം പോകും. അപ്പോ ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞു, ഉമ്മത്തൻ വഹിദത്ത് എന്ന് പറഞ്ഞു,
ഉമ്മത്ത് കുന്തും ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉഖ്രിജത്തിൽ ഇന്നാസിയാണ്. ഇവര് ആ നാസിനെ, നമ്മുടെ ഉള്ളിലെ നാസുകളെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉമ്മത്താക്കിയത്. അപ്പൊ നമുക്ക് അറിവ് വേണ്ടേ? വെറുതെ ഒരു ജനതയായാൽ മതിയോ? കൃത്യമായി ചിന്തിക്കുക എന്റെ സഹോദരങ്ങൾ. അപ്പൊ അങ്ങനെയാണ് പോരാ. നമ്മള് ഒരു താക്കോല് മാത്രമേ ഞാൻ തരുന്നുള്ളൂ, എല്ലാ വചനങ്ങളിലൂടെയും കടന്നു പോകാൻ നമുക്ക് കഴിയില്ല. ഈ താക്കോല് കിട്ടിയാൽ തന്നെ ബുദ്ധിയും ചിന്തയും അന്വേഷണത്വരയുമുള്ള ആളുകൾക്ക് അവർക്ക് സ്വയം തന്നെ കണ്ടെത്താൻ കഴിയും. ആ ജ്ഞാനത്തിന്റെ വാതില് തുറന്ന് അവിടേക്ക്, ആ വീട്ടിലേക്ക് പ്രവേശിക്കാനും അവിടുത്തെ ആയത്തുകളുടെ ആശയങ്ങൾ കണ്ടെത്താനും അവർക്ക് സാധിക്കും. അല്ലാത്ത ആളുകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു തലക്കനെന്ന് ഖുർആൻ വിശദീകരിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആയത്തുകളൊക്കെ വിശദീകരണം വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ് എന്താണ് അതിന്റെ അർത്ഥം? ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അറിവുകൾക്ക് ജന്മം നൽകുന്ന, അറിവുകളുടെ വിലാദത്ത് നടക്കുന്നത് അവിടെ നിന്നാണ്. സത്യത്തിൽ ഈസ എന്ന് പറയുന്ന അബ്ദുള്ള ജനിക്കുന്നത് ഈ ഉമ്മയിൽ നിന്നാണ്. അതിന്റെ നിർമ്മിതിയാണ്. അതാണ് ഈസബിന് മറിയം എന്ന് പറയുന്നത്. അത് ജനിക്കണമെങ്കിൽ കുറച്ച് വേദനകൾ സഹിക്കണം. അതാണ് മഹാല് വരുന്നത്. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, തൻ്റെ ഭൗതികേച്ഛകള്, ദേഹേച്ഛകള്, അതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ കുറച്ച് വേദന സഹിച്ചെങ്കിലേ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു തലത്തിലേക്ക് വേദന സഹിച്ചല്ലാതെ ഈസബിന് മറിയമ്മിന് ജന്മം കൊടുക്കാൻ കഴിയില്ല. കാരണം അത് അത്രയും വലിയ മഹത്തായ ഒരു ജ്ഞാനത്തിന്റെ ഉയർന്ന മേഖലയാണത്. അതുകൊണ്ടാണത്. അപ്പൊ അതാണ് ഉമ്മുൽ കിതാബ് ആണ് മറിയം എന്ന് പറയുന്നതിന്റെ പൊരുളതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉമ്മഹാത്ത് ഉണ്ടാക്കേണ്ടത്. അതാണ് നബിയുടെ അസുവാജ് ഉമ്മഹാത്താണെന്ന് പറയുന്നത്. അസുവാജു നബി ആരാണ് അസുവാജു നബി? ഇനി ഇതിലും താഴ്ന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയുന്ന എനിക്കറിയില്ല. അസുവാജു നബി എന്ന് പറയുന്നത് മനുഷ്യന്റെ പരിശുദ്ധമായ അവന്റെ ചിന്തയും ബുദ്ധിയും മനസ്സുമാണ് അസുവാജു നബി. ആ അസുവാജു നബിയാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവകൾ. അല്ലാതെ നബിയുടെ പെണ്ണുങ്ങൾ നിങ്ങളെ അമ്മമാരാണ്, ആ അമ്മമാരെ കെട്ടരുത് എന്നല്ല. അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സൂറത്ത് മുജാദയിലൊക്കെ പറയുന്നത്. തുലാഹിറൂന അല്ലെങ്കിൽ യുലാഹിറൂന മിങ്കും മിൻ നിസായിഹിം മാ ഹുന്ന ഉമ്മഹാത്തുഹും എന്നൊക്കെ പറയുന്നത്. യുലാഹിറൂന എന്ന് പറയുന്നതൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ സൂചന മാത്രമേ പറയുന്നുള്ളൂ അതിലൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് അന്തക്ക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞ അതാണ് വല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസായിഹിം എന്ന് പറഞ്ഞതിന്റെ സൂറത്ത് മുജാദലയിലെ 2-ാമത്തെ 3-ാമത്തെ വചനം ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് പറയാണ്, നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞ അവിടെ വിവാഹമോചനം നടന്നു എന്നാണ് പറയണത്. സ്വന്തം ഭാര്യമാരെ ഉമ്മയോട് ഉപമിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഇവരും എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാൻ അന്ന് തന്നെ ചോദിച്ചിരുന്നു, അല്ല ഉസ്താദെ, ഒരു ഭാര്യ ഭർത്താവിനോട് നിങ്ങൾ എൻ്റെ പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ വിവാഹമോചനം നടക്കുമെന്ന് ചോദിച്ചിരുന്നു. അത് വേറൊരു വിഷയം. അതാണത്. ആ ആയത്ത് മാത്രമായിട്ട് നമ്മൾ പിന്നീട് വിശദീകരിക്കാം. അവിടെ പറയുന്നത് നമ്മൾ ആത്മീയ ജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ ജ്ഞാനങ്ങളിലെ ബാഹ്യമായ അറിവിന്റെ മേഖലകൾ, അതാണ് ലാഹിർ, അതാണ് വല്ലദീന യുലാഹിറൂന എന്ന് പറയുന്നത്. ലാഹിറിലൂടെ, അതിന്റെ ഉപരിപ്ലവമായ തലങ്ങളിലൂടെ, അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കാതെ അതിന്റെ ബാഹ്യമായ തലങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്ന ആളുകൾ
അത് അവരുടെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവകളല്ല. അതാണ് അവരുടെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാൽ. ഇത് ഇത്തരം ആധ്യാത്മികമായ ആശയങ്ങളെ മുഴുവൻ എന്താക്കി മാറ്റി? ഇതൊക്കെ പദാർത്ഥ തലത്തിലേക്കും ചരിത്ര തലങ്ങളിലേക്കും കൊണ്ടുവന്ന് ഇതിനെ വികൃതമാക്കി. അത് എടുക്കുന്ന ആളുകൾക്ക് അത് എടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇതിന്റെ ആധ്യാത്മിക തലവും അതിന് സഹായകമായ ലാഹിറായ തലവും ഉണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ വിശദീകരിക്കപ്പെട്ട ലാഹിറായ തലങ്ങളെ എടുക്കില്ല. അതിന് സഹായകമായ രീതിയിലുള്ള ബാഹ്യാർത്ഥങ്ങളെയും കൂടെ എടുത്തുകൊണ്ടാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അതിൽ ചില ആളുകൾ അതിൻ്റെ ഇടയിൽ ചോദിച്ചിരുന്നു, ഹദീസ് എടുക്കുമോ? ഹദീസ് എന്നല്ല, ഏതൊരാളുകളുടെയും നല്ല വാക്കുകളാണെങ്കിൽ, ഹദീസിൽ മാത്രമല്ല, ഏതൊരു നല്ല വാക്കുകളിൽ നിന്ന്, നല്ല ആശയങ്ങളിൽ നിന്ന്, നല്ല ജ്ഞാനങ്ങളിൽ നിന്ന് കിട്ടിയാലും ഞാൻ സ്വീകരിക്കും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ഹദീസ് എടുക്കൂലേ എന്നൊന്നും ചോദിക്കണ്ട. ഹദീസിന്റെ ഇത്തരം വ്യാഖ്യാനങ്ങൾ എടുക്കൂല എന്നർത്ഥം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഈ ആയത്തിന്റെ തന്റെ ഭാര്യയോട് സ്നേഹത്തോടുകൂടി അന്തക്ക ലഹിരി ഉമ്മി, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിവാഹമോചനം നടന്ന, പിന്നീട് അവർ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ്. അവിടെ തലാക്കായി എന്നാണ് പറയണത്. അത് ഹദീസിന്റെയോ ചരിത്രത്തിന്റെയോ ആ വ്യാഖ്യാനം എനിക്ക് സ്വീകാര്യമല്ല. എന്നാൽ അതിന് നല്ലൊരു വിശദീകരണം ഹദീസിലോ ചരിത്രത്തിലോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അതാണ് വ്യത്യാസം. അതാണ്. അപ്പോ ഖുർആനികമായ ആശയത്തോട് യോജിക്കുന്നതും നമ്മെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായകമായതുമായ ജ്ഞാനങ്ങളാണെങ്കിൽ ഹദീസുകൾ സ്വീകരിക്കും എന്നാണ് ഇതിന്റെ സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, മേറാജ് ഉണ്ട്, പക്ഷെ അത് ശാരീരികമായ രൂപത്തിലല്ല. അതിന്റെ ആധ്യാത്മിക തലത്തിലാണെങ്കിൽ മുഹമ്മദ് ബുറാക്കിന്റെ പുറത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് സിദ്റത്തുൽ മുന്തഹയുടെ കടന്ന്, സിദ്റത്തുൽ മുന്തഹയും കടന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ആധ്യാത്മിക തലത്തിലാണെങ്കിൽ ആ ഹദീസ് ശരിയാണ് എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ പദാർത്ഥ തലത്തിലും ചരിത്രപരമായ തലത്തിലും ആണെങ്കിൽ അത് സ്വീകാര്യമല്ല. അതാണ് ഹദീസിനെ കുറിച്ചുള്ള എൻ്റെ നിലപാട്. വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഉമ്മത്ത്, അമത്ത്, അത് അതേപോലെ വേറൊരു വാക്കാണ് ഈ ഉമ്മെന്നുണ്ടായതുണ്ട്. അമത്ത് എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണ് എന്നല്ല, അടിമ സ്ത്രീ എന്നല്ല. വല അമത്തും മോമിനത്തുൻ, ഒരു മോമിനത്തായ അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് ഖൈറും മിൻ മുശ്രിക്കത്തിൻ എന്ന് പറയുന്നത്. അതല്ല, ഒരു സ്വതന്ത്രയായ മുശ്രിക്കത്തിനേക്കാൾ നല്ലത്, മോമിനത്തിനേക്കാൾ നല്ലത് അല്ല, ഒരു സ്വതന്ത്രയായ മുശ്രിക്കത്തായ സ്ത്രീയേക്കാൾ നല്ലത് നിങ്ങൾക്ക് അമത്തും മോമിനത്താണ്. ആ മോമിനത്ത് അടിമയാണെങ്കിൽ അവളെ വിവാഹം കഴിക്കുക എന്ന് പറയണത്, അവിടെ അമത്തും മോമിനത്ത് എന്ന് പറയുന്നത് ഈ ആത്മീയജ്ഞാനം ഉൾക്കൊണ്ട് അതിലേക്ക് വന്ന, അതിൻ്റെ അറിവിന്റെ ആ തലത്തിലേക്ക് വന്ന ആളുകളാണ്. അല്ലാതെ അതിനെയാണ് നമ്മൾ നിക്കാഹ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിക്കാഹ് എന്ന് പറഞ്ഞത് അത് ഞാൻ നിക്കാഹും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഉമ്മയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള രണ്ട് മനസ്സുകളെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ വിശദീകരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, നിയാമത്തും മോമിനത്തിന്റെ ആയത്തൊക്കെ നമ്മൾ വിശദീകരണത്തിൽ വരും, അപ്പൊ കൂടുതൽ വ്യക്തമാകും. അപ്പൊ ഉമ്മ പ്ലസ് ഉമ്മത്ത്, ഇബ്രാഹിം ഉമ്മത്താണെന്ന് പറയാൻ കാരണം, അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ്, ഉമ്മഹാത്ത്, ഇതൊക്കെ ഏതൊരർത്ഥത്തിനാണ് വരുന്നത് എന്നെങ്കിൽ അതിൻ്റെ ആത്മീയമായ തലത്തിൽ നമുക്ക് ജ്ഞാനങ്ങളുടെ, അറിവുകളുടെ ജന്മം, അറിവുകളുടെ എവിടെ നിന്നാണോ വിലാദത്ത് ജന്മമെടുക്കുന്നത്, അതാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഇപ്പൊ താൽക്കാലികമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതിന്റെ വിശദമായ വിശദീകരണങ്ങൾ വരും.
ഇത് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാകരുത്. കാരണം ഒറ്റ ക്ലാസ്സിൽ ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കുക. ഇത് പാരമ്പര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. തൽക്കാലത്തേക്കെങ്കിലും അത് മാറ്റിവെക്കാതെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ മുഴുവൻ മനസ്സിലാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാശി പിടിക്കരുത് എൻ്റെ സഹോദരങ്ങൾ. മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ കുറച്ച് കാലെങ്കിലും, 2 വർഷമാണ് വേണ്ടത്, ചുരുങ്ങിയത് 1 വർഷമെങ്കിലും നമ്മുടെ കൂടെ ഒന്ന് പിന്തുടരാൻ ശ്രമിക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സലാം.